ഭാഷയിലെ പ്രാവീണ്യം അവിടുത്തെ ഒരു എംപ്ലോയറിന് ഒരിക്കലും ഇവരെ ഒരു ഹയർ ലെവൽ ജോബിലോട്ട് ഒരു എംപ്ലോയറും റിക്രൂട്ട് ചെയ്യത്തില്ല. എവിടെ നിങ്ങൾ പോയാലും ഇതിന് ശേഷമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവിടുത്തെ ഭാഷയിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രാവീണ്യം ഉണ്ടാവണം. അല്ലെ അത് യു ഹാവ് ടു എൻഷുർ യു ഏൺ ഇറ്റ്. അപ്പൊ ഈ പറയണ ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ബിസിനസിനെ ബാധിക്കാറുണ്ട്. കാരണം ഇതിങ്ങനെ പറയുമ്പം ഇപ്പൊ കാനഡ മുമ്പേ ചേട്ടൻ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാനായിട്ട് പോയ പിള്ളേർ ഒരുപാട് പേരില്ലേ. നമ്മൾ എന്തുകൊണ്ട് അത് ഫിൻലൻഡുമായിട്ടും ജർമ്മനിയുമായിട്ടും കണക്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ജർമ്മനിയിലും ഒരുപാട് കുട്ടികൾ ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാനായിട്ട് അവിടുത്തെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പോകുന്നുണ്ട്. അപ്പൊ അത് തെറ്റൊന്നുമാണെന്ന് ഒരിക്കലും നമ്മൾ പറയില്ല. പക്ഷേ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഒരുപാട് കുട്ടികൾ ഇതിന് വരുന്നുണ്ട്. കോമ്പറ്റീഷൻ അപ്പം തീർച്ചയായിട്ടും ഹൈ ആയിരിക്കും. ഭാഷയിലെ പ്രാവീണ്യം അവിടുത്തെ ഒരു എംപ്ലോയറിന് ഒരിക്കലും ഇവരെ ഒരു ഹയർ ലെവൽ ജോബിലോട്ട് ഒരു എംപ്ലോയറും റിക്രൂട്ട് ചെയ്യത്തില്ലല്ലോ. അല്ലെ അതുപോലെ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് വേണം. എനിക്കൊന്ന് യൂറോപ്പിൽ എവിടെ ആയാലും അവിടുത്തെ ഭാഷ പഠിച്ചേ പറ്റൂ. തീർച്ചയായും നമ്മളിപ്പോൾ ഡെൻമാർക്കിലാണെങ്കിൽ ഡാനിഷ് എവിടെ പോയാലും പഠിച്ചേ പറ്റൂ. കാരണം അവിടെ വളരെ ചെറിയ ശതമാനം ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുള്ളൂ. ക്യാപിറ്റൽ സിറ്റികളിലും വലിയ സിറ്റികളിലും ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കും. പക്ഷെ ചെറിയ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ ആ ഒരു ചലഞ്ച് ഉണ്ട്.